വാതിൽ തുറക്കൂ, നമുക്കകത്ത് കഥകൾ പറഞ്ഞിരിക്കാം. ഞാൻ കല്യാണം കഴിഞ്ഞതാണ്. എനിക്ക് നല്ലൊരു ഭർത്താവുണ്ട്. ഇനി ഇതും പറഞ്ഞ് ഇവിടെ വരരുത്. നിന്റെ ഭർത്താവ് ദുബായിൽ പോയിട്ട് 3 വർഷമായില്ലേ? ഇതുവരെ ഈ കുട്ടിയെ കണ്ടിട്ടില്ലല്ലോ. എപ്പോഴാ വരുന്നത്? കല്യാണം കഴിഞ്ഞിട്ട് 10 ദിവസം എൻ്റെ അടുത്ത് നിന്നിട്ടുള്ളൂ. എന്റെ കുട്ടി ഇടയ്ക്കിടെ ചോദിക്കും ഉപ്പ എപ്പോഴാണ് വരുന്നതെന്ന്. അത് കേൾക്കുമ്പോൾ എന്റെ മനസ്സ് പൊട്ടിപ്പോകുന്നു. നീ കരയല്ലേ? സംഭവങ്ങളൊക്കെ വെച്ച് അവനിക്ക് കത്തെഴുതി പെട്ടെന്ന് വരാൻ പറയൂ. എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ്, അറിയുവാൻ ഭാര്യ ആമിന എഴുതുന്നു. അധ്വാനിക്കും നിങ്ങൾ സൂര്യന്റെ ചൂട്ടില്, അനുഭവിക്കാൻ ഞാനും കുട്ടിയും ഈ വീട്ടില്. ഞാനൊന്ന് ചോദിക്കുന്നു, ഈ കോലത്തിൽ എന്തിനു സമ്പാദിക്കുന്നു? ഒന്നുമില്ലെങ്കിലും തമ്മിൽ കണ്ടുകൊണ്ടു നമ്മൾ രണ്ടും ഒരു പാത്രത്തിലുണ്ണാമല്ലോ, ഒരു പായ് വിരിച്ചൊന്നിച്ചുറങ്ങാമല്ലോ. ഗൾഫിലെ പുരുഷൻ എന്റെ കഥയുമതാണെൻ ഹൂറി. കറക്കാതെ കറവ വറ്റിയൊരു പശുവായി നീ മാറി. ഇരുവരും ഇരുകരയിൽ യൗവന ചുമടും പേറി. ഇരിപ്പതിൽ എന്തർത്ഥം, ഞാൻ അടുത്ത പ്ലെയിൻ കേറി. ഉടനെ തന്നെ തമ്മിൽ കാണാം പൊന്നേ. യാ അല്ലാഹ്, 3 വർഷത്തെ ആള് ആകെ മാറിപ്പോയല്ലോ. നീയും ഒരുപാട് മാറിപ്പോയി. നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു 3 വർഷം വിട്ടു നിൽക്കാന്? ഈ കുട്ടിയുടെ മുഖം ഓർത്തുകൂടായിരുന്നോ? പോയി 1 വർഷം, ജോലി ഉണ്ടായിട്ടില്ല. നിനക്കറിയാലോ, നിന്റെ സ്വർണം പണയം വെച്ചല്ലേ പോയത്. അതെടുക്കാതെ എങ്ങനെയാ തിരിച്ചു വരുന്നത്? ശമ്പളവും കുറവല്ലേ. നല്ല ടേസ്റ്റുള്ള മീൻകറി കൂട്ടി ചോറ് കഴിച്ച് 3 വർഷമായി. അവിടെ ഉണക്ക് കുബൂസും ചിക്കനും കഴിച്ചു മടുത്ത്. നീ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് നല്ല ടേസ്റ്റാണ്. നീ എഴുതിയ കത്തിലെ ആ വരികളാണ് പെട്ടെന്ന് നാട്ടിലേക്ക് വരാൻ എന്നെ പ്രേരിപ്പിച്ചത്. അത് വല്ലാത്തൊരു വരിയായിപ്പോയി. ആ വരികൾ വായിച്ചപ്പോൾ 10 സെക്കൻഡിലേക്ക് ശ്വാസം നിലച്ചതുപോലെ. കല്യാണം കഴിഞ്ഞിട്ട് 10 ദിവസമല്ലേ എൻ്റെ അടുത്തുണ്ടായത്? എന്നിട്ടും 3 വർഷം വിട്ടുനിന്നു. അപ്പൊ ഏത് ഭാര്യയ്ക്കും ഇതുപോലെയുള്ള വാക്കുകൾ താനേ വരും. അതിന് സാഹിത്യമൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ ദുബായിക്ക് പോകണ്ട. നാട്ടിലെ സ്റ്റോറിലെ അരി വാങ്ങിച്ചിട്ട് കഞ്ഞി കുടിച്ച് ജീവിക്കാം. നമ്മുടെ പഴയ വീടല്ലേ, പുതിയ വീട് വേണ്ടേ? പിന്നെ പെണ്ണുമോളല്ലേ, അതിനെന്തെങ്കിലും ആക്കി വയ്ക്കണ്ടേ? ഞാനൊന്ന് നിങ്ങളോട് ചോദിച്ചോട്ടെ, സത്യം പറയണം. നിങ്ങൾക്കവിടെ വേറെ പെണ്ണുമായുള്ള ബന്ധം ഉണ്ടായിട്ടുണ്ടോ? 3 വർഷം നിന്നതുകൊണ്ട് ചോദിച്ചതാ. നിന്നെപ്പോലെയുള്ള മുത്തുപോലെ തിളങ്ങുന്ന സുന്ദരി പെണ്ണുണ്ടാവുമ്പോ ആ സ്ഥാനത്ത് വേറെ ആളെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുമോ? ആമിന മോളെ, കരയല്ലേ. ഇനി 3 വർഷമൊന്നും നിൽക്കില്ല. 2 വർഷം കൂടി നിന്നിട്ട് ക്യാൻസൽ ചെയ്തു വരും. അന്ന് പോകുമ്പോഴും നിങ്ങൾ ഇത് തന്നെയാ പറഞ്ഞത്. ഇല്ല ആമിന, നിനക്ക് ഉറപ്പ് തരുന്നു. ഞാൻ പോട്ടെ ആമിന. പാത്തുമോളു, ഉപ്പ പോകുന്നു. എത്തിയ ഉടനെ കത്തയക്കാം കേട്ടോ. ഉമ്മ, ഈ പറക്കുന്ന കപ്പലിലാണോ ഉപ്പ ദുബായിലേക്ക് പോകുന്നത്? അതേ മോളെ. ഉപ്പ ഇല്ലാതെ പാത്തുമോൾക്ക് കരച്ചിൽ വരുന്നു. ഉപ്പ, ഇനിയെന്നാണ് ഉമ്മ നാട്ടിലോട്ട് വരിക? മോൾക്ക് നിറച്ചും കളിപ്പാട്ടങ്ങളുമായി ഉപ്പ വേഗം തന്നെ നാട്ടിലേക്ക് വരും. മോൾ ഉമ്മാന്റെ മടിയിൽ കിടന്നുറങ്ങിക്കോ. കാറ് വീട്ടിലോട്ട് തിരിക്ക്. ഫ്ലൈറ്റിന് സമയമായി. ഇനി ഞാൻ ഗൾഫിലേക്കില്ല. എൻ്റെ കുടുംബത്തോടൊപ്പം കഴിയണം. വീട്ടിലേക്ക് തിരിച്ചു പോകൂ. എന്തുപറ്റി? വല്ലതും എടുക്കാൻ മറന്നുപോയോ? നിന്നെയും കുട്ടിയെയും വിട്ട് ഞാൻ ഇനി എങ്ങോട്ടും പോകുന്നില്ല. നീ പറഞ്ഞതുപോലെ നമുക്കിനി സ്റ്റോറിലെ അരി വാങ്ങി കഞ്ഞി കുടിച്ചു സന്തോഷത്തോടെ ജീവിക്കാം. ഇനി എന്നെക്കൊണ്ട് നിന്നെയും കുട്ടിയെയും പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. Ready for your next adventure? Explore the world with us. Contact Oh My Trip Tours and Travels. Call us at 90612 74437.